മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പടവലങ്ങ കൊണ്ടൊരു തോരനാണ് തയ്യാറാക്കുന്നത് കേട്ടോ. പടവലങ്ങ കൊണ്ട് നമ്മൾ പല വിഭവങ്ങളുള്ള സാമ്പാറിനകത്തും അവിയലിനകത്തും സാധാരണ പടവലങ്ങ ഉപയോഗിക്കാറ്. പക്ഷേ തോരൻ വെക്കാനും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് പടവലങ്ങ. കഴിക്കാത്ത കുട്ടികൾ സാമ്പാറിലൊക്കെ കിടക്കുന്നിടത്ത് കളയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഇത് കഴിക്കുക. അത്രയ്ക്ക് രുചികരമാണ് ഇങ്ങനൊരു തോരൻ തയ്യാറാക്കിയത്. പിന്നെ നാരാണല്ലോ, അപ്പം നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നാര് ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഇങ്ങനൊരു തോരൻ വെച്ചാൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം ഞാൻ ഇതേ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2-3 പച്ചമുളകും കൊണ്ട് നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പച്ചമുളക് വേണം നമ്മൾ തേങ്ങയുടെ ചതച്ചും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പയിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് ചട്ടി ചൂടായതിന് ശേഷമാണ് പിന്നെ ചെറിയ ഉള്ളിക്ക് വരെ നമ്മളൊരു കഷ്ണം സവാളയാണ് അരിഞ്ഞ് ചേർത്തത്. പിന്നെ 3-4 വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് നമ്മുടെ പടവലങ്ങ അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൂട്ടി ഇളക്കി. നമ്മൾ ചിക്കാൻ പാടില്ല കേട്ടോ. എണ്ണ എല്ലായിടവും കിട്ടത്തക്ക ഇത് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് ഈ പടവലങ്ങയുടെ വെള്ളത്തിലും എണ്ണയിലുമാണ് ഇത് വേകുന്നത്. വെള്ളം ഒരു കാരണവശാലും നമ്മൾ പടവലങ്ങയിൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തുറന്ന് നോക്കി കൂട്ടി ഇളക്കി വീണ്ടും അടച്ചു വെച്ച് നമ്മൾ ചിക്കി പോയാൽ പടവലങ്ങയ്ക്കത്തെ വെള്ളം തോർന്നു, അപ്പം വേവത്തില്ല. അപ്പം ഇതേ രീതി 2-3 പ്രാവശ്യം നമ്മൾ തുറന്നും അടച്ചും വെച്ചത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടഭാഗത്തേക്ക് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ തോരൻ ഇങ്ങനെയാണ് ചേർക്കാറ് കേട്ടോ, തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും. അപ്പോൾ ഇത് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കുന്നത് നമ്മുടെ അരപ്പൊന്ന് വേവാൻ വേണ്ടി. ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അരപ്പിന് പച്ച ചുവയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ഒന്നിച്ചിട്ടങ്ങ് പുരട്ടരുത് ആദ്യം തന്നെ. പിന്നെ നമ്മൾ നോക്കി ഇതിനി ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് എല്ലായിടവും അരപ്പ് ചെന്നതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെക്കും കേട്ടോ. അരപ്പ് എല്ലായിടവും ഒന്ന് കിട്ടാൻ വേണ്ടി. ഇങ്ങനെയാണ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അല്ല നമ്മൾ ഉടനെ തന്നെ ചിക്കി തോർത്തിയെടുക്കരുത്. തോർത്താനും പാടില്ല. നമുക്ക് ചിക്കി തോർത്തിയാണ് നമ്മുടെ പടവലങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി പടവലങ്ങ തോരനുള്ള റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മക്കളെ. അപ്പം ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക ചെയ്യാത്തവർ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.